ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി പോക്കോ ഫോണിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇൻഫിനിക്സ് ടെക്നോ ഫോണിനെ കുറിച്ചും ഓപ്പോ വിവോ ഫോണിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സർവീസർ എന്ന നിലയ്ക്ക് മൊബൈൽ ഫോൺ അയച്ച് റിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ പോക്കോ റെഡ്മി ഫോണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കുറേ പേര് കമൻ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ രണ്ട് ഫോണിനെ കുറിച്ചും ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുന്നുണ്ടോ? അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോക്കോ ഫോൺസ് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമിയുടെ ബ്രാഞ്ചിൽ വരുന്ന ഫോണിൽ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് അങ്ങനെ പൊതുവെ ആർക്കും തന്നെ അങ്ങനെ റെഡ്മി അല്ലെങ്കിൽ പോക്കോ ഫോൺസ് റെക്കമെൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മുടെ ഷോപ്പിലായാലും സജഷൻസ് ചോദിച്ചു വരും ഒരുപാട് പേര്. നമ്മുടെ ഷോപ്പിനകത്ത് റിപ്പയറിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ മൊബൈൽ ഫോണിൽ വിൽപ്പനയോ സെയിലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. റിപ്പയറിങ് ഷോപ്പാണ് ഇവിടെ, ഫുൾ സർവീസാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് എന്താ പറയുക ചോദിച്ചു വരാറുണ്ട് ഏത് ഫോൺ എടുക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ പരമാവധി ഞാൻ റെഡ്മി അല്ലെങ്കിൽ ഷവോമിയുടെ ഫോൺസ്, പോക്കോ ഫോൺസ് ഒന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഒരു 3 വർഷത്തോളമായിട്ട്, 2.5-3 വർഷത്തോളമായിട്ട് തീർത്തും ഞാൻ ഒഴിവാക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത്. വളരെ വില കുറഞ്ഞ ഫോണുകൾ, അതായത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് വരുന്ന 7,500-8,000 രൂപ, ഒരു 10,000 രൂപ താഴേക്കുള്ള ഫോണിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ അതിനകത്ത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണുകളാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനിത് എൻ്റെ മാത്രം അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ ഈ അല്ലെങ്കിൽ MI ഷവോമിയുടെ ഫാൻസുകാർക്ക് ദേഷ്യം തോന്നരുത്. ഞാനൊരു റിപ്പയറിങ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ ഷോപ്പിനകത്ത് വരുന്ന വർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല റെഡ്മിയുടെ ഫോൺസിനകത്തും ഇപ്പോഴും മദർ ബോർഡ് കംപ്ലൈൻറ്റുകൾ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അടിച്ചു പോവുക, അല്ലെങ്കിൽ ബോർഡ് കംപ്ലൈൻറ്റ് വരുന്ന പ്രശ്നങ്ങൾ, ലോഗോ ഓൺലി നിൽക്കുക, സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങൾ, സ്റ്റക്ക് ഓൺ ലോഗോ നിൽക്കുക, പിന്നെന്താ പറയുക, പലതരം പ്രശ്നങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇപ്പം നിലവിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫോണുകൾക്ക് അത് വരുന്നുണ്ട്. ചെറിയൊരു വീഴ്ച വീഴുമ്പോഴേക്കും കംപ്ലൈൻറ്റ് വരിക. ഡാമേജ് ആയാലും നമ്മുടെ കയ്യിൽ നിന്നുള്ള പറ്റിയ കംപ്ലൈൻ്റ് ആയാലും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റാതെ വരുന്ന കമ്പനിയുടെ ഭാഗത്ത് വരുന്ന കംപ്ലൈൻറ്റുകളായാലും പൊതുവേ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ ഒരു ഫോണൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞാൽ അതെൻ്റെ പ്രൊഫഷനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ ഒരു 2-3 വർഷമായിട്ട് റെഡ്മി പോക്കോ ഫോൺസ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള നല്ലൊരു റെഡ്മി അല്ലെങ്കിൽ ഷവോമിയുടെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് 8 സീരീസ് ഫോണിലാണ്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഫോണെല്ലാതും പെശകാണ്, കംപ്ലൈൻറ്റ് കൂടുതലാണ്. നോട്ട് 8 പ്രോ ഒക്കെയാണ് ഏറ്റവും അവസാനമായിട്ട് ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള നല്ല ക്യാമറ, നല്ല ക്വാളിറ്റി ഉള്ള ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള റെഡ്മി നോട്ട് 9 സീരീസും നോട്ട് 10 പ്രോ സീരീസൊക്കെ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുണ്ട്. പിന്നെ നോട്ട് 11 സീരീസൊക്കെ തൊട്ടാണ് എന്താ പറയുക കുറച്ചുകൂടി സെയിൽ കുറഞ്ഞിട്ടുള്ളത്. പോക്കോയുടെ ഭാഗത്തായാലും നല്ല രീതിയിൽ പോക്കോ X3 പ്രോ വരെ നല്ല രീതിയിൽ വിറ്റുപോയിട്ടുണ്ട്. X4 പ്രോയും നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള ഫോണാണ് ഇപ്പോൾ ഒന്ന് കുറച്ച് മാർക്കറ്റ് ഡിമ്മായിട്ടുള്ളത്. അപ്പോൾ പൊതുവേ ഞാൻ അങ്ങനെ ഒരു 2-3 കൊല്ലമായിട്ട് അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. നോട്ട് 9 സീരീസൊക്കെ ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഈ മദർ ബോർഡ് കംപ്ലൈൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്തെങ്കിലും ബോർഡ് പരമായിട്ട് മദർ ബോർഡ് അല്ലെങ്കിൽ അതിന് നമ്മുടെ കസ്റ്റമറുടെ കുഴപ്പം കൊണ്ടല്ലാത്ത രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എടുക്കാണ്ടിരിക്കുക നല്ലത്. അത് സോൾവ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഞാൻ മുൻപ് ഈ ഓപ്പോ വിവോ ഫോണിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. ഈ ഓപ്പോന് വിവോൻ്റെ ഫോണും ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം ഈ സാധനം കേടാവില്ല, കുറേ കൊല്ലം ഉപയോഗിക്കാം. ലോങ് ലാസ്റ്റ് യൂസിങ്ങിന് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ള ഗെയിമുകളോ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാം. ബോർഡ് കംപ്ലൈൻ്റ് ഒന്നും നിങ്ങൾക്ക് വരില്ല. നമ്മൾ നിലത്തിട്ട് പൊട്ടിക്കുക, താഴത്തിട്ട് വെള്ളത്തിലിടുക, അങ്ങനത്തെ വരുന്ന ഫിസിക്കൽ ഡാമേജ് കൊണ്ടുള്ള കംപ്ലൈൻറ്റ്സ് ആണ് 99% ഈ ഓപ്പോ വിവോ അല്ലെങ്കിൽ റിയൽമി ഫോൺസിനൊക്കെ വരാറുള്ളത്. എന്നാൽ ഈ പോക്കോ ഈ റെഡ്മിയുടെ ഫോൺസ് നല്ലതായിരുന്നു കേട്ടോ. നോട്ട് 8 ഞാൻ പറഞ്ഞില്ലേ, നോട്ട് 8 പ്രോ വരെയുള്ള ഫോണുകൾ, മുൻപത്തെ നോട്ട് 7 ആയിക്കോട്ടെ, നോട്ട് 6 പ്രോ ഒക്കെ എന്തോരം ഫോണിൽ ഇറങ്ങിയിട്ടുള്ളത്. നോട്ട് 6 പ്രോ, നോട്ട് 5 പ്രോ, നോട്ട് 4 ഒക്കെ നല്ല നല്ല ഗംഭീര ഫോണിലായിരുന്നു. അതായത് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് റെഡ്മിയുടെ നോട്ട് 5 പ്രോയും നോട്ട് 6 പ്രോ ഒക്കെ ഇപ്പോഴും അത് 5-6 വർഷം കഴിഞ്ഞിട്ടും യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്, പഴയ റെഡ്മിയുടെ ഫോൺസ് നല്ലതാണ്. അത് 2-3 വർഷം മുൻപ് ഇറങ്ങിയിട്ടുള്ള റെഡ്മിയുടെ ഫോൺസ് എല്ലാതും നല്ല ഫോണിലാണ്, നല്ല ക്വാളിറ്റി, നല്ല ബിൽഡ് ക്വാളിറ്റി, ഒരു ചെറിയ വീഴ്ച ഒന്നും വീണ് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരാത്ത, അല്ലെങ്കിൽ മദർ ബോർഡ് കംപ്ലൈൻറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അടിച്ചു പോകാത്ത, അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഫോണുകളാണ് ഈ ഒരു കുറച്ച് മുൻപത്തെ ഇറങ്ങിയിട്ടുള്ള ഫോണിൽ. എനിക്ക് തോന്നുന്നു പണ്ടത്തെ റെഡ്മി ഫോൺസ് കുറേ നാളുകൾ ഉപയോഗിച്ച് അത് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും വീണ്ടും റെഡ്മിക്ക് തന്നെ അല്ലെങ്കിൽ ആ ഫോൺ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ആരാധന മൂത്തിട്ട് ഫോൺ വാങ്ങിക്കുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം.
റെഡ്മി അല്ലെങ്കിൽ ഷവോമിക്ക് ഗംഭീര ഫാൻ ബേസ് ഉണ്ട്. അതെനിക്കറിയുന്ന ഒരു ആളാണ് ഞാൻ. കാരണം ഞാനൊരു 2.5 വർഷം മുൻപ്, 2.5 വർഷം മുൻപേ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അടിച്ചു പോകുന്ന അല്ലെങ്കിൽ ടച്ച് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങൾ, നോട്ട് 9 സീരീസ്, നോട്ട് 9 പ്രോയ്ക്കുള്ള പ്രശ്നങ്ങൾ, എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി പോകുന്ന പ്രശ്നങ്ങൾ, പോക്കോ X2ന്, അതായത് പോക്കോ X2 പോക്കോ X3 ഒക്കെ ഓൺലൈനിൽ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു. X3 Pro ഒക്കെ ഇറങ്ങിയ സമയത്ത് അത് ഹൈ ഡിമാൻഡ് ആയ സമയത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പോക്കോ X2ന് പ്രശ്നങ്ങളുണ്ട്, പോക്കോയുടെ ഫോൺ നിങ്ങൾ വാങ്ങിക്കണ്ട, എന്താ പറയുക, കംപ്ലൈൻ്റ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തപ്പോൾ അന്ന് നമ്മൾ ഒരുപാട് പേര് റെഡ്മി അല്ലെങ്കിൽ ഷവോമിയുടെ ഫാൻസാർ വന്നിട്ട് നല്ല രീതിയിൽ തെറി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അതൊക്കെ ഞാൻ പിന്നെ അന്ന് മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പ്രൊഫഷൻ യൂട്യൂബ് അല്ല, എനിക്ക് വേറെ വർക്ക് പണി അറിയുന്നതുകൊണ്ട് ഞാൻ അതാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ ആയതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നീട് അത് മാത്രമല്ല, അന്നത്തെ ടെക് വീഡിയോസ് ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ പോക്കോ X3 Pro സൂപ്പർ ഫോൺ, നല്ല പ്രോസസ്സർ, റെഡ്മി നോട്ട് 10 Pro, ഇതാണ് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഫോൺ എന്ന് പറഞ്ഞിട്ട് നോട്ട് 10 Proയും നോട്ട് 10 Pro Max ഒക്കെ എന്തോരം തള്ളി മറിച്ചിട്ടുണ്ടെന്ന് അറിയോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതൊക്കെ കാണുന്ന ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ നല്ലതാണെന്ന് വെച്ചിട്ട് വാങ്ങിക്കും. ഇപ്പം ഞാനൊരു സർവീസ് ആയതുകൊണ്ട് നമുക്ക് അതിന് പറയുന്ന ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മളത് പറയാൻ റെക്കമെൻഡ് ചെയ്യാറില്ല എന്ന് മാത്രം. അപ്പോൾ പിന്നീട് ഇവരൊക്കെ ഇത് മാറ്റി. ഇപ്പോൾ ഒരു എല്ലാവർക്കും എല്ലാ ടെക് വീഡിയോസ് ചെയ്യുന്ന വലിയ പ്രമുഖരായ ആൾക്കാർ ആരായാലും അങ്ങനെ റെഡ്മിയുടെ ഫോൺ അല്ലെങ്കിൽ പോക്കോൻ്റെ ഫോൺസ് അങ്ങനെ ഗംഭീരമായിട്ട് പുഷ് ചെയ്യില്ല. അന്നത്തെ പോലെ തള്ളി മറിച്ച് അത് വാങ്ങിച്ചോ എന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പം ഞാൻ കാണാറില്ല. മലയാളത്തിൽ അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ ഈ ഫാൻസിനോട് പറഞ്ഞ കാര്യമുണ്ടോ, ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫോൺ അത്രയും റെഡ്മി അല്ലെങ്കിൽ ഷവോമി ഫോൺസിനോട് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ പോക്കോൻ്റെ ഒക്കെ എഫ് സീരീസ് ഫോണുകൾക്കകത്ത് വലിയ കംപ്ലൈൻറ്റ്സ് ഒന്നും പൊതുവെ കണ്ടിട്ടില്ല. പക്ഷേ റെഡ്മിയുടെ MI എന്ന് പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ, കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഫോണിലായാലും റെഡ്മിയുടെ നോട്ട് സീരീസ് ഫോണിലായാലും ഇപ്പോൾ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ മുൻപ് ഈ കംപ്ലൈൻസിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എൻ്റെ ഒരുവിധം എല്ലാ വീഡിയോയ്ക്ക് താഴെയും എൻ്റെ കോൺടാക്ട് നമ്പർ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. ഈ റെഡ്മി സർവീസ് സെൻറ്ററിൽ പോയി മോശമായി അനുഭവമായിരുന്നു, ബില്ലിൻ്റെ കോപ്പി അവിടെ നടത്തി, ബോർഡ് കംപ്ലൈൻ്റ് ആണ്, ഫോൺ വാങ്ങിച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടുന്ന കസ്റ്റമർ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പൊതുവേ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ എന്തായാലും മദർ ബോർഡ് കംപ്ലൈൻറ്റ്സ് ഒക്കെ മാറിപ്പോട്ടെ, അതൊക്കെ പോയതിന് ശേഷം നല്ലതായി കഴിഞ്ഞാൽ ഒരു സീരീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അത്രയും ഷവോമി ഫോൺസ് അല്ലെങ്കിൽ MI UI ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെഡ്മി അല്ലെങ്കിൽ ഷവോമി ഫോൺസ് അല്ലെങ്കിൽ ഏത് ഫോൺ, പോക്കോൻ്റെ ഫോണൊക്കെ ആയാലും വാങ്ങിക്കാം. ഇതെല്ലാതും ഒരു ഫോൺ തന്നെയാണ് കേട്ടോ, റെഡ്മി ആയാലും പോക്കോ ആയാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അതറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഏത് ഫോൺ ആയിക്കോട്ടെ, പോക്കോൻ്റെ ഒരു ഫോൺ ഇറങ്ങിയെങ്കിൽ സെയിം ഫോൺ റെഡ്മിയിൽ ഇപ്പുറത്ത് ഇറക്കും. പിന്നെ എന്താ പറയുക, വാങ്ങിക്കുക. പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, പരമാവധി ഉപയോഗിക്കുക. പിന്നെ റെഡ്മി പോക്കോ ഫോൺസിനകത്ത് ഇപ്പോൾ അടുത്ത് കൊണ്ടുവരുന്ന 1-2 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അടിച്ചു പോകുന്ന കാര്യങ്ങൾ, പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 2 വർഷം മുൻപത്തെ ഫോണുകൾക്കകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആയി പോകുന്ന കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അത് ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങളത് ബോർഡ് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, സർവീസ് സെൻ്ററിലൊന്നും കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കണ്ട, അവർ നല്ല അറക്കലിറക്കും. അതായത് ഈ പൊതുവെ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, റെഡ്മിയുടെ ഫോണുകൾക്കകത്ത് ഈ പറയുന്ന ബോർഡ് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ കൂടി നമുക്ക് തോന്നും, അയ്യോ അത് ബോർഡ് അടിച്ചു പോയി എന്ന് തോന്നും. അപ്പം അങ്ങനെയൊന്നുമില്ല. ഈ ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി, ഇടയ്ക്കിടയ്ക്ക് വല്ല കോളൊക്കെ വരുമ്പോൾ ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ്. അത് ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കാര്യമായിട്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായം? പോക്കോ റെഡ്മി ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഫോൺ വാങ്ങിക്കുമോ, നിങ്ങൾക്ക് മുൻപത്തെ റെഡ്മി ഫോൺസ് അല്ലെങ്കിൽ പോക്കോ ഫോൺസ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമയോടെ ആരൊക്കെ കണ്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.